പാലക്കാട് തങ്കം ആശുപത്രിയിൽ പ്രസവത്തിന് പിന്നാലെ യുവതി മരിച്ചു. തത്തമംഗലം സ്വദേശി ഐശ്വര്യയാണ് മരിച്ചത്. ഇന്നലെ കുഞ്ഞും മരിച്ചിരുന്നു. പ്രസാദ് വിവരങ്ങൾ പങ്കുവെക്കുന്നു. പ്രസാദ്, അമിത രക്തസ്രാവമാണ് മരണകാരണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഐശ്വര്യയ്ക്ക് മറ്റ് അസുഖങ്ങളൊന്നും ഉണ്ടായിരുന്ന ആളുമല്ല എന്ന് വ്യക്തമാണ്. മറ്റെന്താണ് ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം? ഏറ്റവും പുതിയ വിവരം 3 ഡോക്ടർമാർക്കെതിരെ കേസെടുത്തു എന്നുള്ളതാണ്. ഡോക്ടർ അജിത്ത്, ഡോക്ടർ നീള, ഡോക്ടർ പ്രിയദർശിനി എന്നിവർക്കെതിരെയാണ് ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് കേസെടുത്തിട്ടുള്ളത്. ഇവർക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കാണ് കേസ് എടുത്തിട്ടുള്ളത്. ഇന്നലെ കുഞ്ഞ് മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ പോലീസ് കേസെടുത്തിരുന്നു. അതോടൊപ്പം തന്നെ കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷമേ മറ്റ് നടപടികൾ ഉണ്ടാകൂ എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഇന്ന് രാവിലെ 11 മണിയോടെയാണ് ഈ ഐശ്വര്യ മരിക്കുന്നത്. അതിനുശേഷം ചികിത്സാ പിഴവ് ഉണ്ട് എന്നുള്ളത് ഇന്നലെ തന്നെ പോലീസ് ഇവർ വ്യക്തമാക്കിയിരുന്നു. ഇതിൽ ഇക്കാര്യം ആരംഭിച്ചുകൊണ്ട് വലിയ പ്രതിഷേധമാണ് ഇവരുടെ ബന്ധുക്കളും അതോടൊപ്പം തന്നെ നാട്ടുകാരുമെല്ലാം രംഗത്ത് വന്നിട്ടുള്ളത്. ആ ഡോക്ടർമാര് കുറ്റം ചെയ്ത 3 ഡോക്ടർമാര് പ്രിയദർശിനി, നില, അജിത്ത്, ആ 3 പേരും അവിടെ നിന്നൊക്കെ കാണാൻ പറ്റണം. സമാധാനപരമായി നേരിടും, സമാധാനപരമായി. അതുവരെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇളകില്ല. അറസ്റ്റ് ചെയ്യണം. 3 ഡോക്ടർ, അതായത് 9 മാസം ചികിത്സ 2 ഡോക്ടർമാരുണ്ട്. ആ 2 ഡോക്ടർമാരല്ല ഇന്നലെയും 29-ാം തീയതി കൊച്ചിനെ കൊണ്ടുകൂടെ അഡ്മിറ്റ് ചെയ്തതാ. ചികിത്സ ആ ഡോക്ടറല്ല, വേറെ ഡോക്ടർ, അജിത്ത് ഡോക്ടർ. അവർക്കൊന്നും അറിയില്ല. എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഈ 9 മാസം ചികിത്സ ഡോക്ടർ വന്നത്. അപ്പോൾ അനാസ്ഥ ഈ ഡോക്ടറിന്റെ പേരിലുണ്ട്, ഈ 3 പേരുടെ പേരിലും തെറ്റുണ്ട്. ഒന്ന്, അവരെ അറസ്റ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ അവർ എന്താ സംഭവിച്ചെന്ന് പറയണം. ഇത് രണ്ടിനും ഇവർ ആരും തയ്യാറല്ല. അതിനനുസരിച്ച് ഞങ്ങൾ ഇവിടെ ആശുപത്രിയുടെ ഭാഗത്തുനിന്ന് വിശദീകരണം ഒന്നും കിട്ടിയിട്ടില്ല. ഒന്നും പോലീസുകാർ പറയുന്നു, ഞങ്ങൾ അനുസരിക്കുന്നു. അല്ലാതെ ഹോസ്പിറ്റലിൽ ആരെങ്കിലും വന്ന് ഡോക്ടർമാരോ ഹോസ്പിറ്റൽ മാനേജ്മെന്റോ ഒരാളും വന്ന് ഞങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് അതിന്റെ ഒരു ഇത് കിട്ടണം, അല്ലാതെ ഞങ്ങൾ ഇവിടുന്ന് മാറില്ല. തീർച്ചയായും അതാണ് ബന്ധുക്കൾ ആവശ്യപ്പെടുന്നത്. ഏതായാലും പാലക്കാട് തങ്കം ആശുപത്രിയിലാണ് ഈ സംഭവം ഉണ്ടായത്. ബന്ധുക്കൾ അന്വേഷണം ആവശ്യപ്പെടുന്നുണ്ട്. അറസ്റ്റ് അടക്കമുള്ള ആവശ്യങ്ങൾ ബന്ധുക്കൾ മുന്നോട്ട് വെക്കുന്നുണ്ട് താനും.